ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് തുണികളിൽ പറ്റിപ്പിടിച്ചേക്കുന്ന ആൾക്ക് കരിമ്പൻ്റെ കറ നമ്മളുടെ പിള്ളേരുടെ ബനിയനയിലും സോക്സയിലും തോർത്തയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിമ്പൻ്റെ കറ, തുരുമ്പിൻ്റെ കറ ഇതെല്ലാം നമുക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ആദ്യം ഞാൻ തോർത്താണ് കാണിക്കുന്നത്. തോർത്തിനകത്ത് നല്ലോണം കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. നമ്മൾ തോർത്തൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം തോർത്തിൽ ഇതുപോലെ നല്ലോണം കരിമ്പനൊക്കെ പിടിക്കും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം എണ്ണയുടെ ആ മെഴുക്കൊക്കെ പിടിച്ച് തോർത്താകെ മുഷിഞ്ഞ പരുവത്തിലായി പോവും. വെള്ള തോർത്തിൻ്റെ ആ പുതുമയും പിന്നെ ആ കളറും ഒക്കെ മാറിപ്പോവും. അപ്പം തോർത്തിൻ്റെ ആ വൃത്തിയൊക്കെ പോയി കഴിയുമ്പം നമുക്ക് ഇത് കാണുമ്പം തന്നെ നമുക്കത് ഉപയോഗിക്കാൻ തോന്നില്ല. അപ്പം തന്നെ നമുക്കിത് എളുപ്പം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് സോപ്പ് പൗഡർ ഇട്ട് തോർത്തുകൾ നമ്മൾ ഒരു ചെരുവത്തി തോർത്തിൻ്റെ ഭാഗത്ത് വെള്ളം ഇട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. നമ്മളൊരു 5 മിനിറ്റ് തോർത്തിൻ്റെ ഭാഗത്ത് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. തിളപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് തിള വരുമ്പോഴത്തേക്കിന് ഒരു കോലിട്ടോ ഒരു തവി വെച്ചോ ഒന്ന് കുത്തി കൊടുക്കുക. ഈ കോലിട്ട് ഒരു 5 മിനിറ്റത്തേക്കിന് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. നല്ലോണം അതൊന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടിക്കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിയുമ്പം ഒരു അരമണിക്കൂറത്തേക്കിന് ഈ വെള്ളത്തിൽ തന്നെ അത് കിടക്കണം. ഇപ്പം തന്നെ ഒരു 5 മിനിറ്റത്തേക്കിന് കോലിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. നല്ലോണം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ പറ്റും ആ തോർത്തിൻ്റെ ആ അഴുക്കും പിന്നെ ആ എണ്ണമയത്തിൻ്റെ ആ മേക്കും ഒക്കെ ആ വെള്ളത്തിൽ കാണാൻ പറ്റും. ആ വെള്ളത്തിൻ്റെ കളറേ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം അത് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിനകത്ത് തോർത്തായതുകൊണ്ട് കുറച്ച് വെള്ളം ഏറെ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 മഗ് വെള്ളം വേണം. പിന്നെ സ്വല്പം വിനെഗറും പിന്നെ ബേക്കിംഗ് സോഡയും. വിനെഗറും ബേക്കിംഗ് സോഡയും ഇച്ചിരി ഏറെ ഒഴിച്ച് കൊടുക്കണം. ക്ലോറിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോർത്തിന് ഇപ്പം 3-4 തോർത്ത് ഒരുമിച്ചുണ്ടെങ്കിൽ ഇച്ചിരി ക്ലോറിനും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇച്ചിരി ക്ലോറിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബനിയന് വേണ്ടി ഞാൻ വേറെ ടിപ്പായിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത് തോർത്തായതുകൊണ്ട് മാത്രം ഒത്തിരി ബേക്കിംഗ് സോഡയുടെ ആവശ്യം വരും. അതുകൊണ്ട് അത്രയും നമുക്ക് ഒരു മഗ്ഗൊക്കെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ക്ലോറിൻ ഉപയോഗിച്ചേക്കുന്നത്. ക്ലോറിൻ നമുക്ക് ഒരു 1/2 കപ്പോളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പം വിനെഗറും ക്ലോറിനും ബേക്കിംഗ് സോഡയും കൂടെ ഒഴിച്ച് കൊടുത്ത് ആ സോപ്പ് വെള്ളത്തോടെ തിളപ്പിച്ച വെള്ളത്തോടെ തന്നെ തോർത്തും ഈ ബക്കറ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കണേ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് കാണാൻ പറ്റും. ഉള്ള ആൾക്കെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ആ വെള്ളം കളയുക. രാവിലെ എണീറ്റ് ആ വെള്ളം കളയുക മൊത്തത്തോടെ. എന്നിട്ടൊരു 3-4 വട്ടം ഒരു ബ്രഷ് ഇട്ടൊന്ന് കഴുകിയെടുക്കുക തോർത്തുകൾ. കൈ കൊണ്ടും കഴുകിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രഷ് ഇട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ആ പുതുമ തിരിച്ച് കിട്ടും. നല്ല വെളുത്ത തോർത്തായിട്ട് കിട്ടും. നല്ല കളറുള്ള തോർത്തുകളും ഒക്കെ നമുക്കിങ്ങനെ തന്നെ വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഞാൻ ഇച്ചിരി ഡെറ്റോൾ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഞാനിത് തോർത്ത് വെയിലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. വെയിലത്ത് ഉണക്കുമ്പം തന്നെ നമുക്ക് അത് പുത്തനായിട്ട് നമുക്ക് തോർത്ത് കിട്ടും. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് ഉള്ള ബാത്ത് ടവലോ പിള്ളേരുടെ ബാത്ത് ടവൽ, കിച്ചൺ ടവൽ എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. ക്ലോറിൻ്റെ ആവശ്യമില്ല. ബേക്കിംഗ് സോഡയും വിനെഗറും ഇട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഉള്ള കറുത്ത കരിമ്പൻ്റെ പാടും കരിമ്പൻ്റെ കറയും എല്ലാം മാറിപ്പോക്കോളും.
നല്ലോണം നമ്മളുടെ തോർത്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളുടെ കരിമ്പനൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ള വെളുത്ത തുണികളും ഒക്കെ നമുക്കിങ്ങനെ തന്നെ സെയിം രീതി കഴുകിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നിറച്ച് കരിമ്പൻ പിടിച്ച തോർത്തുകൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് കഴുകിയെടുക്കുക. മാസത്തിൽ ഒന്നൊന്ന് ചെയ്താൽ മതി, നല്ലോണം വൃത്തിയായി കിട്ടും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം ഒന്ന് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ബനിയനിലൊക്കെ തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിച്ച കറ നമ്മൾ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് കാണിച്ചു തരാവേ. ഇപ്പം ഞാൻ സ്വല്പം വിനെഗറാണ് തേച്ച് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വിനെഗർ ആ തുരുമ്പിൻ്റെ സ്റ്റെയിനിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം പോയ ബ്രഷ് ഇട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മളുടെ പോയ ബ്രഷ് ഇല്ല, ടൂത്ത് ബ്രഷ്, അത് വെച്ച് തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയും വിനെഗറിലെയും പേസ്റ്റായിട്ട് രൂപത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം ഉരച്ച് കൊടുത്തതിൻ്റെ ശേഷം ആ ബനിയൻ ഒന്ന് കഴുകി ഉണക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ബനിയൻ്റെ തുരുമ്പെല്ലാം മാറിപ്പോക്കോളും. ഇതേപോലെ നിങ്ങൾക്ക് ഒരു മഗ് വെള്ളത്തിൽ ഒരു ബനിയൻ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനെഗറും 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് മുക്കി വെച്ചിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറത്തേക്കിന് ഒന്ന് മുക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് വെച്ച് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാലും നമുക്ക് കരിമ്പനും തുരുമ്പിൻ്റെ കറയും എല്ലാം മാറിപ്പോക്കോളും. തുല്യ അളവിന് എടുക്കുവാണ്. വിനെഗറും ബേക്കിംഗ് സോഡയും കൂടെ തുല്യ അളവിന് എടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ മുക്കി വെച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ബനിയൻ്റെ തുരുമ്പിൻ്റെ കറയും കരിമ്പനും കറയും പറ്റിപ്പിടിച്ച കറയും എല്ലാം മാറിപ്പോക്കോളും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെടുത്തിയ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.